ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4-ലെ ഗണിതമാണ് കേട്ടോ, മാത്സ് ആണ്. അതിൽ 10ാമത്തെ ചാപ്റ്ററായ അളന്നും തൂക്കി എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. എന്താ അളക്കുക തൂക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അളക്കുന്ന എന്താണ്? നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് അളക്കും അല്ലേ. പിന്നെ പാത്രങ്ങളെ കൊണ്ട് അളക്കുക അല്ലേ. തൂക്കുക അറിയുന്നത് എന്താണ്? വെയിറ്റ് എന്താണ്, സോളിഡ് ആയിട്ട് ഐറ്റംസ് അല്ലേ, ഖരവസ്തുക്കളെയാണ് തൂക്കുക. അളക്കുക എന്താണ്? അളക്കുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, അതായത് പാത്രത്തിനോടൊക്കെ അല്ലേ അളന്നും തൂക്കി. നമ്മൾ നോക്കാം എന്താന്നുള്ളത്. ഓക്കെ, നോക്കിയാൽ ഇവിടെ മിലൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് അല്ലേ. ഒരുക്കങ്ങൾ തുടങ്ങി. ചിത്രം നോക്കൂ, കണ്ടോ? ചിത്രങ്ങൾ മിലൻ്റെ ചേച്ചിൻ്റെ കല്യാണമാണ്. അപ്പോൾ എന്താണ്, ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? എന്തൊക്കെ സാധനങ്ങൾ അല്ലേ? വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി മിലനും അച്ഛനും കടയിലെത്തി അല്ലേ. അപ്പോൾ നോക്കിയാൽ എന്തൊക്കെയാണ്? ഉപ്പ് 5 കിലോ അല്ലേ, അരി 150 കിലോഗ്രാം, എണ്ണ 50 ലിറ്റർ. അപ്പോൾ എണ്ണ എന്തേ ലിറ്റർ ആയത്? മറ്റേ 2 കിലോഗ്രാം അല്ലേ. എണ്ണ എന്താണ്? ദ്രാവകം, വെള്ളം പോലുള്ളൊരു സാധനമാണ് അല്ലേ, അതുകൊണ്ടാണ് ലിറ്ററിൽ നമ്മൾ പറയും അല്ലേ. ഇനി പഞ്ചസാര 150 കിലോഗ്രാം, പായസപ്പരിപ്പ് 75 കിലോഗ്രാം, പാല് 225 ലിറ്റർ. കണ്ടോ, ലിറ്റർ, വെള്ളം പോലുള്ളതൊക്കെ ലിറ്ററിൽ പറയും അല്ലേ. തൈര് 50 ലിറ്റർ, ശർക്കര 60 കിലോഗ്രാം, മുളക് 10 കിലോഗ്രാം, മല്ലി 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, വിനാഗിരി 3 ലിറ്റർ. അപ്പോൾ ഇത് നിങ്ങൾ എന്താ ശ്രദ്ധിച്ച് മനസ്സിലായോ? വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ ലിറ്ററിലും കട്ടിയുള്ള സാധനങ്ങളൊക്കെ എന്താണ്, കിലോഗ്രാമിലാണ് പറഞ്ഞത് അല്ലേ. ലിസ്റ്റ് കണ്ടല്ലോ. ഇവയിൽ ഏതെല്ലാമാണ് തൂക്കി വാങ്ങുന്നത്? അപ്പോൾ തൂക്കി വാങ്ങുന്നത് ഏതൊക്കെയാണ്? ഈ വെള്ളം പോലല്ലാത്ത ഖരവസ്തുക്കളെയാണ് നമ്മൾ തൂക്കി വാങ്ങുക അല്ലേ. കിലോഗ്രാമിലുള്ളതാണ് എന്താക്കുന്നത് നമ്മൾ തൂക്കി വാങ്ങുന്നത് അല്ലേ. ഉപ്പ്, അരി. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? തൂക്കി വാങ്ങുന്നതിൻ്റെ 2 ടേബിൾ ഉണ്ട്, തൂക്കി വാങ്ങുന്നതും അല്ലാത്തവയും ഉണ്ട് അല്ലേ. അപ്പോൾ തൂക്കി വാങ്ങുന്നത് എന്താണ്? ഉപ്പ്, അരി, പിന്നെന്താ പഞ്ചസാര. അവിടെ എഴുതണം കേട്ടോ നിങ്ങൾ. പിന്നെന്താണ്, എന്തൊക്കെയാണ്? ഉപ്പ്, അരി, പഞ്ചസാര, പായസപ്പരിപ്പ്, പിന്നെന്താ ശർക്കര, മുളക്, പിന്നെ മുളക്, മല്ലി, ഉള്ളി. ഇതൊക്കെയാണ് എന്താ തൂക്കി വാങ്ങുന്നത്. ഇനി അല്ലാത്തവ ഏതൊക്കെയാണ്? അല്ലാത്തവൻ്റെ നേരെ നിങ്ങൾ എന്തൊക്കെ എഴുതണം? എന്തൊക്കെ എഴുതേണ്ടത്? എണ്ണ അല്ലേ, പിന്നെ പാല്, തൈര്, പിന്നെന്താണ് വിനാഗിരി. അതാണ് എന്ത് തൂക്കി വാങ്ങാൻ പറ്റാത്തത് അല്ലേ. ഓക്കെ, ഇനി നോക്കിയേ, ഈ കടയിലേക്ക് പോവുകയാണ് അല്ലേ. കടയിലെ സ്റ്റോക്ക് വിവരം നോക്കുക. അരി 5 ടണ്ണുണ്ട്, പഞ്ചസാര 4 ടണ്ണ്, പരിപ്പ് 2 ടണ്ണ്, പിന്നെന്താ ഉഴുന്ന് 3 കിൻഡൽ, മുളക് 2 കിൻഡൽ, പയറ് 1 ടണ്ണ്, ശർക്കര 7 കിൻഡൽ, ഉണക്കമുന്തിരി 1/4 കിൻഡൽ, കശുവണ്ടിപ്പരിപ്പ് 1/2 കിൻഡൽ. ഇതൊക്കെയാണിത് അവിടെ സ്റ്റോക്ക് വിവരം അല്ലേ, കടയിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പം എന്താ ഇവിടെ നോക്കിയത്? ടണ്ണ്, കിൻഡൽ അല്ലേ, അതൊക്കെ പറയുന്നതല്ലേ. അപ്പോൾ എന്താ ടണ്ണും കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് മിലൻ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, 1000 ഗ്രാമിന് നമ്മൾ 1 കിലോഗ്രാം എന്ന് പറയും അല്ലേ. എന്താണ്, 1000 ഗ്രാമിന് 1 കിലോഗ്രാം എന്ന് പറയും. 100 കിലോഗ്രാമിന് 1 കിൻഡൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 കിലോഗ്രാമിനാണെന്ത് 1 കിൻഡൽ എന്ന് പറയുന്നത്. ഇനി 1000 കിലോഗ്രാമിന് 1 ടൺ എന്നാണ് പറയുക കേട്ടോ. മനസ്സിലായല്ലോ? 1000 കിലോഗ്രാമിന് 1 ടണ്ണ്. 100 കിലോഗ്രാം 1 കിൻഡലാണല്ലോ അല്ലേ. അപ്പോൾ എന്താണ് 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ അല്ലേ. അപ്പോൾ 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 ടണ്ണായി അല്ലേ. 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആയി. 1000 കിലോഗ്രാമാണ് 1 ടണ്ണ് അല്ലേ. അപ്പോൾ 100 കിലോഗ്രാം 1 കിൻഡൽ, 1000 കിലോഗ്രാം 1 ടണ്ണ്. ഓക്കെ, ഇനി എന്താണ് 10 കിൻഡൽ പറഞ്ഞാൽ എന്താണ്? 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ് അല്ലേ. ഇവിടെ 10 ആകുമ്പോൾ ഇവിടെ ഒരു പൂച്ചിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 10 കിൻഡൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 1000 കിലോഗ്രാം പറഞ്ഞാൽ ടണ്ണല്ലേ. അപ്പോൾ 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ടണ്ണ് അല്ലേ. ഓക്കെ, പഠിക്കേണ്ടത്. കടയിൽ എത്ര കിലോഗ്രാം വരെ സ്റ്റോക്ക് ഉണ്ട്? അപ്പോൾ എത്ര കിലോയിൽ പറഞ്ഞേ? ഇവിടെ അരി 5 ടണ്ണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 ടണ്ണാണ് പറഞ്ഞത്. അപ്പോൾ കരിയിൽ എത്ര കിലോഗ്രാം ആണ്? 5 ടണ്ണാണല്ലോ. അപ്പോൾ 5 ടൺ, 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 കിലോഗ്രാം അല്ലേ. അപ്പോൾ 5 ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 1000 5000 കിലോഗ്രാം ആണ് അല്ലേ. അപ്പം എന്താണ്, നമുക്കിവിടെ എന്താക്കാം? 5000 എന്ന് എഴുതാം അല്ലേ. 5000 5 ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 5000 കിലോഗ്രാം അല്ലേ. നമ്മൾ കിലോഗ്രാമിനെ ഷോർട്ടാക്കി എഴുതുന്നത് എന്താണ്? kg എന്ന് എഴുതാം അല്ലേ. ഓക്കെ,
ദെൻ ഇനി ഉഴുന്ന, അപ്പോൾ ഉഴുന്ന അവിടെ എത്ര ടണ്ണാ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ഉഴുന്ന് എത്ര ടണ്ണ അവിടെ പറഞ്ഞ് 3 കിൻഡലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം 3 കിൻഡൽ, അപ്പം 3 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ. അപ്പോൾ 3 കിൻഡൽ എന്ന് പറഞ്ഞാലോ 3 ഇൻറ്റു ചെയ്യുക അല്ലേ, 3 × 100 300 കിലോഗ്രാം ആണ് എന്ത് ഉഴുന്നുള്ളത് അല്ലേ. 3 കിൻഡൽ എന്ന് പറയുമ്പോൾ 300 kg, 300 കേട്ടോ, 300 kg കേട്ടോ. 300 kg. ഇനി അരക്കിൻഡൽ കശുവണ്ടിപ്പരിപ്പ് എത്ര കിലോഗ്രാം ആണ്? അരക്കിൻഡൽ കശുവണ്ടിപ്പരിപ്പ് എത്ര കിലോഗ്രാം ആണ്? അരക്കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണല്ലോ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1ന്റെ പകുതിയാണല്ലോ ആരാ? അപ്പോൾ അരക്കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താ? 100ന്റെ പകുതി 50 അല്ലേ. അപ്പോൾ 50 കിലോഗ്രാം ആണ് എന്ത് കശുവണ്ടി അല്ലേ. അപ്പോൾ 50. അപ്പോൾ 50 kg ആണ് അര കിൻഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം, അര കിൻഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ 100ന്റെ പകുതി 50 കിലോഗ്രാം ആണ് കശുവണ്ടിപ്പരിപ്പ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കി പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ സാധനം ഇത് സ്റ്റോക്ക് ഉണ്ട് കിലോഗ്രാമിൽ അല്ലേ. പഞ്ചസാര 4 ടണ്ണാണ് ഉള്ളത് അല്ലേ. ആ കിലോഗ്രാം എങ്ങനെ പറയാ? അപ്പോൾ നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ് അല്ലേ. ഇത് മൂന്നുമാണ് പഠിക്കേണ്ടത്. 1000 ഗ്രാം 1 കിലോഗ്രാം നമുക്ക് ആദ്യം അറിയാം. ഇനി ഇത് രണ്ടും അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ, 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടണ്ണ്. പിന്നെ 10 കിൻഡൽ പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ് 1 ടണ്ണാന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏതാണ്? ഇത്. അപ്പം അതൊന്നുകൂടാണ് മറ്റേത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, 1000 കിലോഗ്രാം 1 കിലോഗ്രാം നമുക്കറിയാലോ, അത് നമ്മൾ പഠിച്ച സംഭവമാണ് അല്ലേ. ഇത് 4 കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായി തോന്നും, അങ്ങനെ തോന്നണ്ട. അപ്പോൾ എന്താണ് 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡലാണ്. പിന്നെ 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് 1000 കിലോഗ്രാം ആണ്. 100 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താ 10000 കിലോഗ്രാം ആണ്. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ, അപ്പം 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ, 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടണ്ണ് കേട്ടോ. അങ്ങനെ നോക്കി വെക്കുക. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇവിടെ സ്റ്റോക്കിൻ്റെ നോക്ക്. സ്റ്റോക്ക് പഞ്ചസാര എത്രയാണ്? 4 ടണ്ണാണ് അല്ലേ. അപ്പോൾ കിലോഗ്രാമിൽ ഇവിടെ പറയണം. പരിപ്പ് എത്രയാണ് സ്റ്റോക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്? പരിപ്പ് ഇവിടെ എത്രയുണ്ട്? എവിടെ ഇരുന്നു? അവിടെ അല്ലേ. പരിപ്പ് എത്രയാ? 2 ടണ്ണാണ് അവിടെ സ്റ്റോക്കുള്ളത് അല്ലേ. അപ്പം ഇനി നമ്മൾ ഇതിൽ നോക്കിയിട്ടാണ് എന്താക്കുന്നത്? നമ്മൾ താഴെ എഴുതുന്നത് കേട്ടോ. അളവും ഇതൊക്കെ സ്റ്റോക്ക് വിവരം ഇവിടെയാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? ഇവിടെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ സാധനം പഞ്ചസാര 4 ടണ്ണാണ് അല്ലേ. 4 ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? 1 ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1000 kg ആണ് അല്ലേ. അപ്പോൾ എന്താണ് 4 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4000 കിലോഗ്രാം അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ? 4000 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ടൺ എന്ന് പറഞ്ഞാൽ 4000 kg അല്ലേ. ഇനി പരിപ്പ് എത്രയാണ്? മുകളിൽ പോയി നോക്കി എത്രയാണ് പരിപ്പ്? പരിപ്പ് 2 ടണ്ണാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത് അല്ലേ. സ്റ്റോക്കുള്ള ഇതാണെന്ന് പറഞ്ഞത്. അപ്പോൾ 2 ടൺ എഴുതുക കേട്ടോ നിങ്ങൾ. 2 ടണ്ണ് എഴുതുക കേട്ടോ. ടൺ അവിടെ ഇതുണ്ട് ഇവിടെ നോക്കി എഴുതിയാൽ ടണ്ണ്. അപ്പം 2 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 kg അല്ലേ. അപ്പോൾ 2000 kg ഇത് എഴുതുക. ഓക്കെ, 2000 kg എഴുതി. ഇനി മുളക് നോക്കിയേ. മുളക് എത്രയാണ്? മുകളിൽ പോയി നോക്കിയാൽ എത്രയാണ് ഉള്ളത്? മുകളിൽ എന്താണ് മുളക്? 2 കിൻഡലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 2 കിൻഡൽ എന്ന് അവിടെ എഴുതുക കേട്ടോ. കിൻഡൽ എന്ന് കിൻഡൽ അല്ലേ. ഈ കിൻഡൽ എന്ന് അവിടെ എഴുതുക കേട്ടോ. അപ്പോൾ 2 കിൻഡൽ. അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 kg ആണല്ലോ. അപ്പോൾ 2 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര? 200 കിലോഗ്രാം അല്ലേ. അപ്പോൾ അവിടെ 200 എഴുതുക കേട്ടോ. 200 കിലോഗ്രാം. ഇവിടെ ഈ ടേബിളിലൊക്കെ കിലോഗ്രാമിൻ്റെ കണക്കിലാണ് എഴുതേണ്ടത്, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, 200 kg. ദെൻ നെക്സ്റ്റ് നോക്കിയേ. പയർ എത്രയാണ്? മുകളിൽ പോയി നോക്ക്. പയർ എത്രയാണ്? എത്ര എന്താണുള്ളത് അവിടെ? 1 ടണ്ണാണ് അവിടെ പയറുള്ളത് അല്ലേ. അപ്പോൾ 1 ടൺ ഇവിടെ എഴുതുക അല്ലേ. 1 ടൺ. ഓക്കെ, 1 ടൺ. ഓക്കെ, 1 ടൺ എഴുതുക. അപ്പം എന്താണ് 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 kg അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് 1000 kg എന്ന് എഴുതുക കേട്ടോ. 1000 kg. 1000 kg എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ശർക്കര എത്രയാണ്? മുകളിൽ പോയി നോക്കിയാൽ എത്ര ശർക്കര ഉള്ളത്? 7 കിൻഡലാണ് അല്ലേ. അപ്പോൾ ഇവിടെ 7
കിൻഡലിന് എഴുതുക, കിൻഡലിന് എഴുതുക കേട്ടോ. അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ് അല്ലേ. അപ്പോൾ 7 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര? 700 കേട്ടോ. അപ്പോൾ 7 കിൻഡൽ എന്ന് പറഞ്ഞാൽ 700 കിലോഗ്രാം. ഈ ഉണക്കമുന്തിരി എത്രയാണ്? 1/4 കിൻഡലുള്ളത്. അപ്പം 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? അരയും അരൻ്റെ പകുതിയാണ് 1/4 അല്ലേ. അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 ആണ്, 100ൻ്റെ പകുതി അര അല്ലേ. അര എന്ന് പറയുമ്പോൾ എത്രയാണ്? അര കിൻഡൽ എന്ന് പറയുമ്പോൾ 50 കിലോഗ്രാം അല്ലേ. ഇനി 50ൻ്റെ പകുതിയാണല്ലോ 1/4. അപ്പം 50ൻ്റെ പകുതി എത്രയാണ്? 25 അല്ലേ. അപ്പോൾ 25 കിലോഗ്രാം ആണെന്ത്? ഈ ഉണക്കമുന്തിരി ഉള്ളത് അല്ലേ. അപ്പോൾ 25 kg എന്ന് എഴുതുക കേട്ടോ. മനസ്സിലായല്ലോ? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? 100 കിലോഗ്രാം ആണെന്നുള്ളത് അല്ലേ. അപ്പം 100ൻ്റെ പകുതിയാണ് അര കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 50 കിലോഗ്രാം. അപ്പോൾ 1/4 കിൻഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പകുതിയാണല്ലേ, 25 കിലോഗ്രാം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇവിടെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 1 ടൺ. ഒരു കടയിലേക്ക് സാധനങ്ങളുമായി ലോറി വന്നു അല്ലേ. അപ്പോഴാണ് എന്ത്? ഒരു കടയിലേക്ക് സാധനമായി ലോറി വന്നു അല്ലേ. അപ്പോൾ 50 കിലോയുടെ 2 ചാക്കുകൾ ചേർന്നാൽ എന്താ വരിക? എത്ര കിലോ വരും? 50 കിലോൻ്റെ 2 ചാക്കുകൾ ചേർന്നാൽ എത്രയാണ്? 100 കിലോഗ്രാം ആവും അല്ലേ. അപ്പോൾ 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ? 1 കിൻഡൽ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണ് ഉള്ളത്. 1 ടൺ ഭാരമാകാൻ 50 കിലോഗ്രാം ഉള്ള എത്ര ചാക്കുകൾ വേണമെന്ന് വെച്ച്. അപ്പോൾ 1 ടണ്ണ് ഭാരമാകാൻ 50 കിലോഗ്രാം ഭാരമുള്ള എത്ര ചാക്ക് വേണം പറഞ്ഞേ? നോക്കിയേ, 1 ചാക്കിന് 50 കിലോഗ്രാം അരിയുണ്ട്. ഓക്കെ, 2 ചാക്കിലാവുമ്പോൾ 100 അല്ലേ. അങ്ങനെ ആകുമ്പോൾ 1 ടണ്ണാവാൻ 50 കിലോഗ്രാം ഉള്ള എത്ര ചാക്ക് വേണമെന്ന് വെച്ച്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 50നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക നോക്കുക. അപ്പോൾ 50നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക? 50 × 20 ചെയ്ത് നോക്കിയേ, എത്ര കിട്ടുന്നത്? എത്ര കിട്ടുക? 1000 കിട്ടിയില്ലേ. അപ്പോൾ 20 ചാക്ക് വേണം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് 20 ചാക്കുകൾ ചേർന്നാലാണ് എന്ത്? 1 ടൺ ആവുക കേട്ടോ. 20 ചാക്ക്. ഓക്കെ, 1 ടണ്ണ് ഭാരമാകാൻ എന്താണ്? 50 കിലോ ഭാരമുള്ള എത്ര ചാക്കുകൾ വേണം അല്ലേ. അപ്പോൾ 20 ചാക്ക് വേണം. ഓക്കെ, ഇനി നോക്കിയേ, 25 കിലോൻ്റെ എത്ര ചാക്കുകൾ ചേർന്നാൽ 1 ടണ്ണാകുക? 25 കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാൽ 1 ടണ്ണാകുമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് എന്താണ്? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 1000 കിലോഗ്രാം ആണെന്നുള്ളത്. അപ്പം 25 കിലോയുടെ എത്ര ചാക്കുകൾ വേണമെന്നാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? 1000 / 25 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര ചാക്കാന്ന് കിട്ടും. അല്ലെങ്കിൽ മനസ്സിലായിട്ട് എങ്ങനെ ചെയ്യുക? 25നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക നോക്കുക. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താക്കുക? 25 ആദ്യം 100ലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ 25നോട് 4 അല്ലേ. 4 × 25 100 ആയല്ലോ. അപ്പോൾ 4 × 25 100. അപ്പം അതിനെ 1000 ആക്കണമെങ്കിലോ ഒരു 10 കൂടി ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ എത്ര ചാക്ക? 25 × 4 എത്രയാ? 100 അല്ലേ വരുന്നത്. 100 1 കിൻഡലായി അല്ലേ. 1 ടണ്ണാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം? ഒരു 10നോട് കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ. 100നെ 1000 ആക്കണമെങ്കിൽ 10നോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4നോടല്ല ഇവിടെ ഇൻറ്റു ചെയ്തത്. അപ്പോൾ 4 × 10 40 അല്ലേ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാൻ ഏത് മെത്തേഡാണോ സുഖം അതങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ 40 ചാക്കാണ് എന്താക്കേണ്ടത്? നമുക്ക് 25 കിലോൻ്റെ 40 ചാക്കുകൾ ഉണ്ടെങ്കിലാണ് എന്ത് വരിക? 1 ടണ്ണാവുന്നത്. ഓക്കെ, 40 കേട്ടോ. 25 കിലോയുടെ 40 ചാക്കുകൾ ചേർന്നാൽ എന്താവും? 1 ടണ്ണാകും. ഒന്നുകിൽ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000നോട് 25 ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ 25നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ 25നെ നമ്മളെന്താക്കുക? 100ലേക്ക് ആദ്യം മാറ്റുക. എന്നിട്ട് എന്താക്കുക? അതിനെ 1000ലേക്ക് വീണ്ടും മാറ്റുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ടണ്ണും കിൻഡലും ആണ്. കടയിൽ ഇറക്കിയ സാധനങ്ങൾ നോക്കൂ. തൂക്കം കണക്കാക്കി പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാധനം, ചാക്കിൻ്റെ എണ്ണം, ഒരു ചാക്കിലെ തൂക്കം, ആകെ തൂക്കം കിലോഗ്രാമും കിൻഡലിലും ടണ്ണിലും പറയണം. ഓക്കെ, ഇവിടെ നോക്കിയേ, അരി ചാക്കിൻ്റെ എണ്ണം 40 എണ്ണം. അപ്പോൾ ഒരു ചാക്കിലെ തൂക്കം എന്താണ്? 50 ആണ് അല്ലേ. ഒരു ചാക്കിലെ തൂക്കം 50 ആണ്. 50 കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്? മൊത്തം കിലോഗ്രാം എത്ര? ആകെ തൂക്കം എത്ര ഉണ്ടാവും? 40 × 50 ചെയ്ത് നോക്കുക. അപ്പോൾ 40 × 50 ചെയ്താൽ എത്ര നമുക്ക് കിട്ടുക? 0 ഒന്ന് മാറ്റി വെക്കുക. 4 × 5 20 അല്ലേ. 20നോട് 2 0 കൂടി വെക്കുക. അപ്പോൾ 2000 അല്ലേ. അപ്പോൾ 2000 കിലോഗ്രാം ആണ് ഇവിടെ വരുന്നത് അല്ലേ.
ഇപ്പോൾ ഇവിടെ എന്തൊക്കെ 2000. ഓക്കെ, 2000. ഓക്കെ, 2000 കിലോഗ്രാം കേട്ടോ. ഈ കിൻഡല് നമ്മൾ പറയുമ്പോൾ 20 കിൻഡൽ എന്ന് പറയാം അല്ലേ. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം അല്ലേ. അപ്പം ഇവിടെ 2000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? 20 കിൻഡൽ അല്ലേ. അപ്പോൾ 20 കിൻഡൽ. അപ്പോൾ ടണ്ണോ? 2 ടൺ അല്ലേ. 2 ടൺ ഇതാ. ഓക്കെ, നെക്സ്റ്റ് പഞ്ചസാരയാണ്. പഞ്ചസാര ചാക്കിൻ്റെ എണ്ണം 20ആണ്. ഓരോ ചാക്കിലുള്ള തൂക്കം എത്രയാണ്? 50 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 20 × 50 അല്ലേ. അപ്പോൾ 20 × 50 എങ്ങനെ ചെയ്യുക? 2 0 ആദ്യം മാറ്റി വെക്കുക അല്ലേ. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ ഇൻറ്റു ചെയ്യുക. 2 × 5 10. 10 മറ്റേ മാറ്റി വെച്ച 2 നമ്പറും കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ 1000 ആയി. 1000 ആയി അല്ലേ. അപ്പോൾ എത്ര കിൻഡൽ ഉണ്ട്? 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ അല്ലേ. അപ്പോൾ 1000 കിലോഗ്രാം എത്ര കിൻഡലാണ്? 10. ഓക്കെ, 10 കിൻഡൽ. നെക്സ്റ്റ് എത്ര ടണ്ണാ അത്? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 kg അല്ലേ. അപ്പോൾ ഇത് 1 ടണ്ണ് അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, 25 ചാക്കുണ്ട് അല്ലേ. ഒരു ചാക്കിൽ എത്ര? 20 കിലോഗ്രാം ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ആകെ തൂക്കം എത്രയാണ്? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക അല്ലേ. 25 × 20 ചെയ്യുക അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കാം? 0 മാറ്റി വെക്കുക. ഇവിടെ ഒരു 0 കേട്ടോ മാറ്റി വെച്ചത്. അപ്പോൾ 25 × 2 ചെയ്യുക. അപ്പോൾ 50 അല്ലേ. 50 കൂടുതൽ എന്താക്കുക? 0 കൂടി അവിടേക്ക് വെക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 500 എന്ന് കിട്ടും. ഓക്കെ, 500 കിട്ടിയല്ലോ. അപ്പോൾ ഇത് എത്ര കിൻഡലാണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 kg അല്ലേ. അപ്പോൾ 500 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 5 kg അല്ലേ. ഓക്കെ, ടണ്ണ് പറയാം, അര ടൺ എന്ന് പറയുവാണെങ്കിൽ അല്ലേ. അര ടൺ. ഓക്കെ, നെക്സ്റ്റ് ഉഴുന്ന് നോക്കിയേ, 5 × 10 അല്ലേ. അപ്പോൾ എത്ര? 50 ആണ് കേട്ടോ. 10 50. ഇനി കിൻഡലിൽ എങ്ങനെ പറയാ? 100 kg ആണ് എന്ത്? ഒരു കിൻഡൽ അല്ലേ. അപ്പോൾ എന്താണ്? 50 കിലോഗ്രാം എന്താണ്? അര കിൻഡൽ എന്ന് പറയാം കേട്ടോ. അര വേണമെങ്കിലും എഴുതാം. അരാന്ന് എഴുതാം വേണമെങ്കിൽ. പയർ എത്രയാണ്? ചാക്കിൻ്റെ എണ്ണം 5 ആണ്. കിലോഗ്രാം 50 അല്ലേ. അപ്പോൾ 0 മാറ്റി വെച്ചിട്ട് 25 25 ആ 0 കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ 250. ഓക്കെ, അപ്പോൾ 250. 250 ആണേ. ഓക്കെ, കിൻഡലിൽ എങ്ങനെ പറയാ? 250 പറഞ്ഞാൽ എന്താണ്? കിൻഡലിൽ 250 അല്ലേ. അപ്പം ഇത് കിൻഡലിൽ എങ്ങനെ പറയാ? 100 kg ആണെന്ത്? ഒരു കിൻഡൽ അല്ലേ. അപ്പോൾ അത് 250 ഉണ്ട് അല്ലേ. അപ്പോൾ 200 kg ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ നമുക്ക് 2.5 കിൻഡൽ എന്ന് പറയാം കേട്ടോ. എന്താണ്? 2.5 കിൻഡൽ. ഓക്കെ, നെക്സ്റ്റ് മുളക് 4 × 50 അല്ലേ. അപ്പോൾ 4 × 50 ആ 0 മാറ്റി വെച്ചിട്ട് 4 5 20. 20 ആ 0 കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ എത്ര? 200. ഓക്കെ, 200 ആണ്. 200. അപ്പോൾ എത്ര കിൻഡലാണ്? 100 കിലോഗ്രാം ആണല്ലോ ഒരു കിൻഡൽ. അപ്പോൾ 200 കിലോഗ്രാം എത്രയാണ്? 2 കിൻഡൽ. മനസ്സിലായല്ലോ. ഞാൻ അവിടെ ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ബാക്കി കണക്കാക്കുക. സദ്യക്ക് ആവശ്യമായ ചില സാധനങ്ങൾ തൂക്കി തന്നത് എന്താണ്? മറ്റൊരാളാണ് അല്ലേ. 1 കിലോ പാക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തത്. 1 കിലോ പാക്കറ്റിൽ നിന്നാണ് എന്ത് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ. ഓരോ പാക്കറ്റിലും എത്ര ബാക്കി ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 1 കിലോൻ്റെ പാക്കറ്റിൽ നിന്നാണ് ഈ സാധനമൊക്കെ എടുത്തത് അല്ലേ. ഏലക്കായി 1 കിലോ പാക്കറ്റിൻ്റെ നിന്നാണ് എടുത്തത്. കശുവണ്ടിയും ഉണക്കമുന്തിരിയും മഞ്ഞളും ജീരകം ഒക്കെ എന്താ 1 കിലോ പാക്കറ്റിൽ നിന്ന് അവർ എടുത്തു കൊടുത്തത് അല്ലേ. അപ്പോൾ ഒരു വാങ്ങിയ തൂക്കം എന്താ? ഏലക്കായി 250 ഗ്രാമാണ്. അപ്പോൾ ബാക്കി അതിലെത്ര ഉണ്ടാവും? അപ്പോൾ 1 കിലോഗ്രാം ആണല്ലോ ഉള്ളത്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം അല്ലേ. ഇവിടെയൊക്കെ ഗ്രാമിലാണ് അവർ വാങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1000 നിന്ന് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? 250 അല്ലേ. അപ്പോൾ 1000 നിന്ന് 250 കുറച്ചാൽ എത്രയാണ്? 750 ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ 750 ഗ്രാം ബാക്കി. ഓക്കെ, 750 ഗ്രാം ആണ് ബാക്കി. അവിടെ എഴുതണേ 750 ഗ്രാം എന്ന് എഴുതണേ. അവിടെ ഗ്രാം എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, നിങ്ങൾ എഴുതുക ഗ്രാം. 900 ഗ്രാം ആണല്ലോ. ബാക്കി എത്ര അതിലുണ്ടാവുക? 900 ഗ്രാം അല്ലേ. 900 കുറച്ച് എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ബാക്കി ഉള്ളത് എത്രയാണ്? 100 ഗ്രാം. നെക്സ്റ്റ് നോക്ക്, ഉണക്കമുന്തിരി 1000 ഗ്രാം എടുത്തു. ബാക്കി എന്താ ഉള്ളത്? ഒന്നും ഉണ്ടാവില്ല.
അല്ലേ? 1 കിലോഗ്രാം ഒരു എത്ര 1000 എടുത്താൽ 1 കിലോഗ്രാം എടുത്താൽ എന്താണ് 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര 1 കിലോഗ്രാം അല്ലേ? അപ്പോൾ 1 കിലോഗ്രാം 1 കിലോഗ്രാം എടുത്താൽ ഇതാവുന്നില്ല അല്ലേ? ഇനി മഞ്ഞൾ 750 ഗ്രാം എടുത്തിരിക്കുന്നത്. അപ്പോൾ 1000 നിന്ന് 750 കുറച്ച് എത്ര 250 കിട്ടും അല്ലേ? അപ്പോൾ 250 എഴുതാം. നെക്സ്റ്റ് നോക്കിയാൽ ജീരകം 500 ഗ്രാം എടുത്തിരിക്കുന്നത്. അപ്പോൾ 1000 നിന്ന് 500 കുറച്ചാൽ എത്ര കിട്ടുക 500. ബാക്കിയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം മൈനസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 1000 നിന്ന് ഇപ്പോൾ എത്രയാണ് ഉണ്ടാവുക. ഇനി വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം എത്രയാണ്? വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം ഇതെല്ലാം കൂടി കൂട്ടി വെക്കുക അല്ലേ? അപ്പം ഇതെല്ലാം കൂടി കൂട്ടി എന്ത് വരും നോക്കിയേ? 250, 900, 1000, 750, 500 കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് ഷോർട്ടാക്കിയാൽ എങ്ങനെ ചെയ്യുക? 1000, 500 അപ്പോൾ 1500 ആയി. 1500 പിന്നെ 750, 250 എത്രയാ 1000 അല്ലേ? അപ്പോൾ 1000, 1500 ഈ 1000 കൂടി കൂട്ടി എന്ത് വരും? 2500 അല്ലേ? ഇനി 2500നോട് ഈ 900 കൂട്ടുക. അപ്പോൾ 2500നോട് 900 കൂട്ടി എത്ര 3400 വരും അല്ലേ? അപ്പോൾ 3400 ഗ്രാമാണ് മൊത്തം ഉള്ളത് അല്ലേ? 3400 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 + 400 അല്ലേ? അപ്പോൾ 3000 + 400 എന്ന് പറയുമ്പോൾ 3000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 കിലോ അല്ലേ? അപ്പോൾ നമുക്ക് 3 കിലോഗ്രാമും 900 ഇത് 3 3 കിലോഗ്രാമും പിന്നെ എന്താണ് 400 അല്ലേ പറഞ്ഞിരിക്കുന്നത്? 400 ഗ്രാം. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 3400 അല്ലേ കിട്ടുമെന്ന് പറഞ്ഞത്? 3 കിലോഗ്രാമും 400 അല്ലേ? അപ്പം 1000, 2000, 2500, 3400. ഓക്കെ. അപ്പോൾ 3 കിലോഗ്രാമും 400 ഗ്രാമുമാണ് എന്ത് ബാക്കി ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഭാരം എത്രയാണ്? 12000 എന്നാൽ എത്ര ഭാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 12000 എന്നാണല്ലോ. 12000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോട്ട് ഇത് വരുന്നുണ്ട് അല്ലേ? ഇവിടെ എന്താണ് 12000 എന്നുള്ള 12 കഴിഞ്ഞിട്ടൊരു കുത്ത് വന്നിട്ടാണ് 3 പൂജ്യങ്ങൾ വരുന്നത് അല്ലേ? അപ്പോൾ 12000 എന്നാൽ എത്ര ഭാരം എന്ന് വെച്ചില്ലേ? 12 കിലോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഭാരം എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ത്രാസിൽ കാണുന്നത് അങ്ങനെയാണ് അല്ലേ? അപ്പോൾ 10 അല്ലേ? പോയിന്റിന് ഇപ്പുറത്തുള്ള കണക്കാക്കണം നമ്മൾ കിലോഗ്രാം ആയിട്ട്, ഇപ്പുറത്തുള്ള ഗ്രാം ആയിട്ടും കണക്കാക്കുക കേട്ടോ. അപ്പോൾ 10.00 കാണിക്കുകയാണെങ്കിൽ എത്ര കിലോഗ്രാമാണ് ഭാരം കാണിക്കുന്നത്? 10 എന്ന് എഴുതിയാൽ മതി അല്ലേ? 10. ഓക്കെ. ഇനി 13.070 കാണിക്കുകയാണെങ്കിലോ ഇവിടെ 13 കിലോയും 70 ഗ്രാമും. ഇനി 7.250 കാണിക്കുകയാണെങ്കിലോ 7 കിലോയും 7 അപ്പോൾ 7 kg 250 ഗ്രാം അല്ലേ? ഇനി 0.500 കാണിക്കുകയാണെങ്കിലോ 500 ഗ്രാം അല്ലേ? അപ്പോൾ 500 ഗ്രാം എന്ന് എഴുതുക കേട്ടോ. 500 ഗ്രാം. ദെൻ 1.005 കാണിക്കുകയാണെങ്കിലോ 1 കിലോയും 5 ഗ്രാമും. ഓക്കെ. 9.900 കാണിക്കുകയാണെങ്കിലോ 9 kgയും പിന്നെന്താണ് 900 ഗ്രാം കേട്ടോ. 900 ഗ്രാം ഇങ്ങനെയാണ് കാണിക്കുക കേട്ടോ. ഓക്കെ. തന്നെ ഒരു കിൻഡൽ ഉണ്ടോയെന്നാണ് അടുത്ത് അല്ലേ? അപ്പോൾ ഒരു കിൻഡലിന് 50 രൂപയാണ് കൂലി എന്ന് പറയുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇയാൾ ചുമടെടുക്കുകയാണല്ലേ? അപ്പോൾ ഒരു കിൻഡലിന് 50 രൂപയാണ് കൂലി എന്ന് പറയുകയാണല്ലേ? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം അല്ലേ? 100 കിലോഗ്രാം അയാൾ ചുമടെടുക്കുന്നത് എത്രയാണ്? 50 രൂപയാണ് കൂലി എന്ന് പറയുകയാണ്. അപ്പോൾ മീനനെ അച്ഛനും വാങ്ങിയ പച്ചക്കറികൾ ഓട്ടോയിലേക്ക് കയറ്റി അല്ലേ? അപ്പോൾ വെണ്ട 10 കിലോഗ്രാം, മത്തൻ 25 കിലോഗ്രാം, ഉരുളക്കിഴങ്ങ് 50, തക്കാളി 15 കിലോഗ്രാം, പച്ചമുളക് 2500 ഗ്രാമാണ്, മാങ്ങ 5 കിലോഗ്രാം, ക്യാരറ്റ് 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, ഇഞ്ചി 3500 ഗ്രാം അല്ലേ? അപ്പോൾ സാധനങ്ങളുടെ ആകെ തൂക്കം ഒരു കിൻഡലിന് കൂടുതലാണോ കുറവാണോ എന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ആകെ തൂക്കം എത്രയാണെന്ന് നമുക്ക് കൂട്ടി നോക്കണം. അപ്പോൾ സാധനങ്ങളെല്ലാം കൂടി എല്ലാം കൂട്ടി നോക്കിയാൽ 10 കിലോഗ്രാമും 25 കിലോഗ്രാമും എത്ര 35 കിലോഗ്രാമായി അല്ലേ? 35 50 കിലോഗ്രാമും കൂടി എത്ര 85 കിലോഗ്രാമായി.
85 കിലോഗ്രാമും 15ഉം എത്ര 100 കിലോഗ്രാമായി അല്ലേ. ഇത് ഗ്രാമാണ്, ഗ്രാം എടുക്കട്ടെ. അപ്പോൾ കിലോഗ്രാം ആദ്യം കൂട്ടുക. പിന്നെ 100 കിലോഗ്രാം 5 105 കിലോഗ്രാം. ഇത് 10 കിലോഗ്രാമാണ്, 115 കിലോഗ്രാം. പിന്നെ ഇതും കിലോഗ്രാമാണ്. അപ്പോൾ 115 നമ്മൾ പറഞ്ഞത് 115 145 കിലോഗ്രാം ആയില്ലേ. മൊത്തം 145 കിലോഗ്രാം. അവിടെ നമുക്ക് 145 കിലോഗ്രാം എഴുതാം. 145 എത്രയാണ് കിലോഗ്രാമായി അല്ലേ, കെ ജി. ഓക്കെ, കെ ജി. ദെൻ ഇനി ഇവിടെ 2500 ഗ്രാമും ഉണ്ട്, 3500 ഗ്രാമും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2500 കിലോഗ്രാമും 2500 ഗ്രാമിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 ഗ്രാം ആദ്യം കൂട്ടാം അല്ലേ. അപ്പോൾ 2500 പ്ലസ് 3500 എത്രയാണ്? 2500 3500 എത്രയാണ്? 0 5 5 10 1 ബാലൻസ് 3 4 5 6 അല്ലേ. 6000 ഗ്രാമാണ് അല്ലേ. 6000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1000 ഗ്രാം ആണല്ലോ 1 കിലോഗ്രാം. അപ്പോൾ 6000 ഗ്രാമോ 6 കിലോ അല്ലേ. അപ്പോൾ ഈ 6 കിലോഗ്രാം എന്താക്കുക, ഇതിൻ്റെ കൂടുതലായിട്ട് കൂട്ടുക കേട്ടോ. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് ആക്കിയിട്ട് 6 എന്നിട്ട് കൂട്ടി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 5 1 ബാലൻസ് അല്ലേ, പിന്നെ 1 അല്ലേ. 151 കിലോഗ്രാം ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തം എത്ര കിലോഗ്രാം ഉണ്ട്? 151 കിലോഗ്രാം. ശരിയല്ലേ? ഇനി ടീച്ചർ തെറ്റിയിട്ടുണ്ടോ നോക്കിട്ടോ, ആരും തെറ്റും കേട്ടോ. അപ്പോൾ 151 അല്ലേ. അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 1 കിൻഡലിന് കൂടുതലോ കുറവോ? നമുക്ക് കിട്ടിയ എത്രയാണ്? 151 കിലോഗ്രാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 പ്ലസ് 51 ആണ് അല്ലേ. അപ്പോൾ എന്താണ്? 100 കിലോഗ്രാം കൂടുതലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ എന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഇനി എത്ര കൂടുതൽ എത്ര കുറവ്? 151 അല്ലേ. അപ്പോൾ 51 കിലോഗ്രാം കൂടുതലാണ് അല്ലേ. മനസ്സിലായല്ലോ. ദെൻ എത്ര പാക്കറ്റുകൾ നോക്കാം നമുക്ക്. 1 കിലോ പാക്കറ്റ് കുറവായതിനാൽ 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി എടുത്താണ് കച്ചവടക്കാരൻ മല്ലി കൊടുത്തത് അല്ലേ. 1 കിലോ പാക്കറ്റ് കുറവായത് എന്താണ്? 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി എടുത്താണ് കച്ചവടക്കാരൻ മല്ലി കൊടുത്തത്. ഇങ്ങനെ 10 കിലോഗ്രാം കൊടുത്തപ്പോൾ ആകെ എത്ര പാക്കറ്റായി? അപ്പോൾ നോക്കിയേ, 1/4 കിലോയുടെ 2 പാക്കറ്റ് ചേർത്താൽ എത്ര ഗ്രാം ആവും? 1/4 കിലോൻ്റെ 2 പാക്കറ്റ് അല്ലേ. 1/4 കിലോ എന്ന് പറഞ്ഞാൽ എത്ര? 250 അല്ലേ. അപ്പോൾ 250 എന്ന് പറയുമ്പോൾ 250 ഗ്രാമും 250 ഗ്രാമും 500 അല്ലേ. 500 ഗ്രാമാണ് ഇല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ 500 ഇവിടെ എത്രയാണ്? 500 ഗ്രാം. ഓക്കെ, 500 ഗ്രാം അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്ക്, 1/2 കിലോയുടെ 3 പാക്കറ്റ് ചേർന്നാലോ? 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 അല്ലേ. അപ്പോൾ 1.5 1500 ഗ്രാമാണ് വരുന്നത് അല്ലേ. 1500 ഗ്രാം. 1500 ഗ്രാം. ആകെ ഭാഗം എത്രയായി? 1500 ഗ്രാമും 500 ഗ്രാമും കൂടി എത്രയായി? 2000 ആയില്ലേ. 2000 ഗ്രാം അല്ലേ. ഓക്കെ, 2000 ഗ്രാം. 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കിലോ അല്ലേ. ഇത് ഗ്രാമാണ്. ഇവിടെ ഒരു ചോദ്യം നോക്കിയാൽ 10 കിലോഗ്രാം ആകാൻ 1 കിലോഗ്രാമിൻ്റെ എത്ര പാക്കറ്റ് കൂടി വേണമെന്നാ? കൂടി വേണം. 1 കിലോഗ്രാമിൻ്റെ എത്ര പാക്കറ്റ് കൂടി വേണമെന്നാ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര? 2 kg അല്ലേ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ 2 kgൻ്റെ അവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. ഇനി എന്താണ് ബാക്കി 8 കിലോഗ്രാം അല്ലേ വരേണ്ടത്. അപ്പം എന്താണ് 8 പാക്കറ്റും പിന്നെ നേരത്തെ എത്ര പാക്കറ്റ് ഇനി? 3 2 അല്ല 5 അല്ലേ. 8 9 10 11 12 13 പാക്കറ്റാണ് മൊത്തം അല്ലേ. അപ്പം ഇവിടെ 2 kg ഇവിടെ വന്നിട്ടുണ്ട്. 10 കിലോഗ്രാം ആകാൻ ഇനി 1 കിലോഗ്രാം. അപ്പോൾ 2 kgൻ്റെ നമ്മൾ ആദ്യം എടുത്തല്ലോ. ഇനി എന്താണ് 10ന്ന് 2 പോയാൽ എത്ര? 8 അല്ലേ. 8 കിലോഗ്രാം 1 കിലോഗ്രാം വരുമ്പോൾ 8 എണ്ണം അല്ലേ. 8 പാക്കറ്റ് മതി. ദെൻ എല്ലാം 1/2 കിലോ പാക്കറ്റ് ആയതെങ്കിൽ എത്ര പാക്കറ്റുകൾ വേണം? ഇപ്പോൾ 10 കിലോന് എന്താണ് എല്ലാം 1/2 കിലോൻ്റെ പാക്കറ്റാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് വേണമെന്ന് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി എത്രയാണ്? എല്ലാം കൂടി 10 കിലോനല്ലേ. അപ്പോൾ എത്രയാണ് വേണ്ടത്? 20 അല്ലേ. 20 പാക്കറ്റല്ലേ വേണ്ടത്. ഇപ്പോൾ 20 എഴുതി കേട്ടോ ഇവിടെ. ഇതല്ലേ എല്ലാം 1/4 കിലോ ആണെങ്കിലോ 40 അല്ലേ. ഓക്കെ, 40 ആണ്.
ഓക്കെ. ദെൻ നെയ്യ് എത്ര? നെയ്യ് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ കൊടുത്ത 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയും 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയുമാണ് കേട്ടോ. എന്താണ് നെയ്യ് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ കൊടുത്തത് എത്രയാണ്? 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയും 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയുമാണ്. അപ്പോൾ എത്ര നെയ്യ് വാങ്ങി നോക്കിയേ. 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയല്ലേ. അപ്പോൾ 250 എത്രയായി? 500 മില്ലി ലിറ്റർ അല്ലേ. പിന്നെ 500 ലിറ്ററിൻ്റെ 1 കുപ്പി. അപ്പോൾ 1 ലിറ്റർ ആയല്ലോ അവിടെ. അപ്പോൾ 1 ലിറ്ററാണ് എന്താക്കുന്നത് അയാൾ വാങ്ങി. എന്താണ് നെയ്യ് വാങ്ങി എത്രയാണ്? 1 ലിറ്റർ. 250 മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് 2 പാക്കറ്റിൽ 250 500 മില്ലി ലിറ്റർ ആയി അല്ലേ. പിന്നെ 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയും കൊടുത്തു. അപ്പോൾ 500 1 അല്ലേ. അപ്പോൾ 1 ലിറ്ററാണ് അല്ലേ. 1000 മില്ലി ലിറ്ററാണ് ആയത്. അപ്പോൾ 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ കേട്ടോ. അപ്പം 100 മില്ലിയുടെ 1000 മില്ലി ലിറ്റർ എഴുതിക്കോ നിങ്ങൾ. ലിറ്ററിൻ്റെത് 1000 മില്ലി ലിറ്റർ ഈക്വൽ ടു 1 ലിറ്റർ എന്ന് എഴുതുക കേട്ടോ. എല്ലാം 100 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിൽ എത്ര കുപ്പി നെയ്യ് ഉണ്ടാവും എന്ന് ചോദിച്ചത്. എല്ലാം 100 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിൽ എത്ര കുപ്പി നെയ്യ് ഉണ്ടാവും? 10 അല്ലേ. 10 കുപ്പി. എല്ലാം 250 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിലോ 4 അല്ലേ. 4. ഇപ്പം 250 പ്ലസ് 250 പ്ലസ് 250 പ്ലസ് 250 4 250 കൂട്ടി എത്ര? 1000 ആയില്ലേ. അപ്പോൾ 1000 മില്ലി ലിറ്റർ അല്ലേ. ഓക്കെ. ദെൻ ഇനി വീട്ടിലേക്ക്. ടിപ്പർ ഓട്ടോയിൽ 635 കിലോ എന്താണ് പലചരക്ക് സാധനങ്ങളും 355 കിലോ പച്ചക്കറികളും കയറ്റിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ 635 കിലോയും 375 കിലോയും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയൊക്കെ സൈഡിൽ എപ്പോൾ എത്ര കിട്ടുക? കൂട്ടിയിട്ട് എത്ര കിട്ടിയത്? 635 പ്ലസ് 375 1010 അല്ലേ. അപ്പോൾ 1010 കിലോഗ്രാം ആണ് അല്ലേ. ഇനി വാട്ടർ ടാങ്ക്. 1000 ലിറ്ററിൻ്റെയും 500 ലിറ്ററിൻ്റെയും ഓരോ ടാങ്കും 200 ലിറ്ററിൻ്റെ 2 ടാങ്കും ഉണ്ട്. എന്താണ് 1000 ലിറ്ററിൻ്റെ 1, 500 ലിറ്ററിൻ്റെ 1, 200 ലിറ്ററിൻ്റെ 2 എണ്ണം ഉണ്ട്. എല്ലാ ടാങ്കിലും വെള്ളം നിറക്കണം. ആകെ എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കുക? ടാങ്ക് ഒന്നിൽ എത്രയാണ്? 1000 ലിറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താക്കുക നമുക്ക്? ഇവിടെ 1000 എഴുതുക കേട്ടോ. ഇവിടെ 1000 ഞാനൊരു ഡോട്ട് എഴുതുള്ളൂ കേട്ടോ 0. ഓക്കെ. ഇനി അല്ലെങ്കിൽ ഇവിടെ കൊള്ളൂല. ദെൻ ടാങ്ക് 2 എത്രയാണുള്ളത്? ടാങ്ക് 2 500 ലിറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം? 5 0 ഒക്കെ ഞാൻ ഡോട്ടാണ്. നിങ്ങൾ 0 ഇടുക കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യ കൊള്ളൂല. ദെൻ ടാങ്ക് 3 200 ലിറ്റർ ഉണ്ട് ഒന്നിൽ അല്ലേ. അപ്പോൾ ഇവിടെ 2 200. ഓക്കെ. ദെൻ മറ്റേലും എത്ര? ടാങ്ക് 4ലും 200 തന്നെ അല്ലേ. ആകെ ഉള്ള എത്ര കൊള്ളുക? അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്കുക. 1000 പ്ലസ് 500 1500. 1500 പ്ലസ് 200 എത്ര? 1700. 1700 പ്ലസ് 200 എത്രയാണ്? 1700 1900 അല്ലേ. അപ്പോൾ ആകെ വെള്ളം എത്രയാണ്? 1900 ലിറ്റർ അല്ലേ. 1900 ലിറ്റർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻസ് ആട്ടോ. അത് നോക്കിയേ. ജോണി മരച്ചീനി കർഷകനാണ്. വിളവെടുത്തപ്പോൾ 2 കിൻഡൽ 65 കിലോഗ്രാം മരച്ചീനി കിട്ടി. 1 കിലോയ്ക്ക് 20 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപയാണ് ജോണിക്ക് കിട്ടിയത്? അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പാക്കി എഴുതണം അല്ലേ. അപ്പോൾ വിളവെടുത്തപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? 2 കിൻഡൽ 65 കിലോഗ്രാം ആണല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. മരച്ചീനി വിളവെടുത്തപ്പോൾ സമം 2 കിൻഡൽ 65 കിലോഗ്രാം അല്ലേ. ഇനി 1 കിലോയ്ക്ക് 20 രൂപയാണ് വെച്ച് കിട്ടിയിരിക്കുന്നത് 1 കിലോഗ്രാം. അപ്പോൾ 2 കിൻഡൽ 65 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര കിലോഗ്രാമാണ്? 2. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 കിലോഗ്രാം അല്ലേ. അപ്പോൾ 1000 പിന്നെ 65 കിലോഗ്രാം അല്ലേ. അപ്പോൾ 1000 പ്ലസ് 65 1000 പ്ലസ് 65 എത്രയാണ്? 1065 അല്ലേ. അപ്പോൾ 1065 ഇൻറ്റു 20 ചെയ്ത് നോക്കുക. അപ്പോൾ 1065 ഇൻറ്റു 20 ചെയ്ത് 1000 അല്ലല്ലോ, സോറി 2 കിൻഡൽ അല്ലേ. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര? 100 കിലോഗ്രാം ആണ്. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം. ഓക്കെ. അപ്പോൾ 2 കിൻഡൽ എന്ന് പറഞ്ഞാലോ 200 കിലോഗ്രാം അല്ലേ. അപ്പോൾ 200 പ്ലസ് 65 265 കേട്ടോ. അപ്പോൾ 265 ഇൻറ്റു 20 ചെയ്യാം. അപ്പോൾ 265 ഇൻറ്റു 20 ചെയ്താൽ എത്ര നമുക്ക് കിട്ടുക? ഒന്ന് ചെയ്ത് നോക്കുക സൈഡിൽ. 265 ഇൻറ്റു 20 എത്ര? 5300 അല്ലേ. അപ്പോൾ 5300 ആണ് എന്ത് ഇവിടെ ഈ ജോണിക്ക് കിട്ടുക അല്ലേ. 5300. ഓക്കെ. നെക്സ്റ്റ്. ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്.
എന്താണ്? ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. മില്ലിൽ നിന്നും 60 ചാക്ക് അരി ലോറിയിൽ കയറ്റി. ഒരു ചാക്കിൽ എത്രയാണ്? 50 കിലോഗ്രാം അരിയുണ്ട്. മില്ലിൽ നിന്ന് 60 ചാക്ക് ലോറിയിൽ കയറ്റി അല്ലേ? ലോറിയിൽ കയറ്റിയത് എത്ര ടൺ അരിയാണ്? അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത്? ഒരു ചാക്കിൽ 50 കിലോഗ്രാം ആണല്ലോ ഉള്ളത്. എത്ര ചാക്ക കയറ്റിയത്? 60 ചാക്ക് അല്ലേ? അപ്പോൾ 50 ഇൻറ്റു 50 ഇൻറ്റു 60 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3000 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 3000 എന്താണ് കിലോഗ്രാം ആണ് മൊത്തം ഉള്ളത് അല്ലേ? 50 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3000 അല്ലേ? ഈ 0 മാറ്റി വെച്ചിട്ട് 5 6 30 അല്ലേ? പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. അപ്പം 3000. ഇപ്പോൾ 3000 കിലോ ആണല്ലോ അല്ലേ? 3000 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ടണ്ണാണ്? ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 kg അല്ലേ? അപ്പം 3 ടണ്ണാണ് ഇവിടെ ഉള്ളത് അല്ലേ? 3 ടൺ അരിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നെക്സ്റ്റ്, 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറയാൻ എത്രയാണ്? 765 ലിറ്റർ വെള്ളം കൂടി വേണം. ഓക്കെ, ടാങ്കിൽ ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് എത്ര? 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറയാൻ 765 ലിറ്റർ വെള്ളം കൂടി വേണം. അപ്പോൾ ഇപ്പോഴുള്ള ടാങ്ക് ഇപ്പോഴത്തെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2000 നിന്ന് എന്താ ചെയ്യേണ്ടത്? 2000 നിന്ന് തന്നിരിക്കുന്ന 765 എന്താക്കുക? മൈനസ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടുക? ഇപ്പോൾ ഉള്ള ലിറ്റർ കിട്ടും അല്ലേ? അപ്പോൾ എത്രയാണ്? 1235. നിങ്ങൾ ചെയ്ത് നോക്ക്, അതാണ് കിട്ടിയിരിക്കുന്നത്. 1235 കേട്ടോ. 765 അല്ലേ? നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റിന്? മാവേലി സ്റ്റോറിൽ നിന്നും ബിനു വാങ്ങിയ സാധനങ്ങളുടെ പട്ടികയിൽ അവ ഒരു തുണിസഞ്ചിയിലാക്കി അല്ലേ? ഇവിടെ മാവേലി സ്റ്റോർ ബിനു വാങ്ങിയ സാധനങ്ങളാണ് ഈ പട്ടികയിലുള്ളത് അല്ലേ? അതൊക്കെ ഒരു തുണിസഞ്ചിയിലാക്കി. സഞ്ചിയിൽ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണെന്ന് വെച്ചിരിക്കുന്നത്? സഞ്ചിയിലെ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം മാവേലി സ്റ്റോറിൽ നിന്ന് ബിനു വാങ്ങിയ സാധനങ്ങളാണെന്ത് ഈ പട്ടികയിലുള്ളത് അല്ലേ? അവർ തുണിസഞ്ചിയിലാക്കി. അപ്പോൾ സഞ്ചിയിലെ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ മട്ടേരി ഉണ്ട്. ഇപ്പോൾ 2 കിലോഗ്രാം ഉള്ളതൊക്കെ എത്ര ആദ്യം നമുക്ക് കൂട്ടാം അല്ലേ? അപ്പോൾ ഇവിടെ 2 kg ഇവിടെ 2 kg അല്ലേ? അപ്പോൾ എത്രയാണ്? 4 ആയി അല്ലേ? ഇതും കൂടി കൂട്ടിയാൽ എത്ര? 4 കിലോഗ്രാം. ഇനി ബാക്കിയൊക്കെ ഗ്രാമിലുള്ളത് അല്ലേ? നമുക്ക് എല്ലാം കൂടി ഗ്രാം കൂട്ടിയതിന് ശേഷം കിലോഗ്രാമിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ 1500 പ്ലസ് 250 പ്ലസ് 280 പ്ലസ് 500. ഇപ്പോൾ 1500 1500 ഇത്ര 2000. പിന്നെന്താണ് ഇവിടെ എത്ര? 250 500 അല്ലേ? അപ്പോൾ 2000 പ്ലസ് 500 എത്ര? 2500. 2500ഉം 500ഉം 3000 3500 4000 അല്ലേ? അപ്പോൾ 4000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം ആണല്ലോ 1 kg. അപ്പോൾ 4000 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 kg ആണ് അല്ലേ? അപ്പോൾ എത്രയാണ്? 4 kg. അപ്പോൾ 4 അല്ലേ? അപ്പോൾ 4 എത്ര? 8 കിലോഗ്രാം ആണ് എന്തുള്ളത്? 8 kg ആണ് എന്ത് നമുക്ക് ടോട്ടൽ ഉള്ളത് അല്ലേ? ഓക്കെ, മാവേലി സ്റ്റോറിൽ നിന്നുള്ള ആ സഞ്ചിയിലുള്ള സാധനങ്ങളുടെ തൂക്കം എത്രയാണ്? 8 കിലോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. എണ്ണ കച്ചവടക്കാരൻ 500 മില്ലിലിറ്ററിൻ്റെ 5 കുപ്പിയിലും 200 മില്ലിലിറ്ററിൻ്റെ 6 കുപ്പിയിലും എണ്ണ നിറച്ചപ്പോൾ പാത്രത്തിൽ 1 ലിറ്റർ 300 മില്ലിലിറ്റർ എണ്ണ ബാക്കി വന്നു. അപ്പോൾ ആദ്യം എത്ര എണ്ണ ബാക്കി ഉണ്ടായിരുന്നു വെച്ചത്? അപ്പം 500 മില്ലിലിറ്ററിൻ്റെ 5 കുപ്പി പറയുമ്പോൾ എന്താണ്? 500 × 5 ചെയ്ത് നോക്കുക അല്ലേ? പ്ലസ് പിന്നെ 200 മില്ലിലിറ്ററിൻ്റെ 6 കുപ്പി പറയുമ്പോൾ 200 × 6 ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്? അതും കൂടി കൂട്ടുക അല്ലേ? എന്നിട്ട് എന്താക്കി എത്ര വെച്ചപ്പോൾ പാത്രത്തിൽ 1 ലിറ്റർ 300 മില്ലിലിറ്ററാണ് എണ്ണ ബാക്കി വന്നത് അല്ലേ? അപ്പോൾ അതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആദ്യത്തെ കിട്ടും. അപ്പം എത്ര കിട്ടും? 500 × 5 എത്രയാണ്? 500 × 5 0 മാറ്റി വെക്കുക. 5 5 25 അല്ലേ? അപ്പം 1500 കൂടുതൽ മാറ്റി വെച്ച 0 ഇല്ല. അപ്പോൾ 2500 മില്ലിലിറ്റർ. ഓക്കെ, പ്ലസ് ഇനി സൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 200 മില്ലിലിറ്ററിൻ്റെ 6 കുപ്പി എന്നല്ല പറഞ്ഞത്. അപ്പോൾ 200 × 6 200 × 6 2 0 മാറ്റി വെച്ചിട്ട് ആ 2 × 6 ചെയ്യുക. അപ്പോൾ 12 അല്ലേ? എന്നിട്ട് എന്താക്കുക? 2 0 ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ 1200 മില്ലിലിറ്റർ ആയി അല്ലേ? അപ്പോൾ ഇനി എന്താണ് അപ്പോൾ മൊത്തം എത്ര ആവും? 3500 കിട്ടും. 3500 ആണ് ഇപ്പോൾ എന്ത് ആ കുപ്പിയിലേക്ക് മൊത്തം നിറച്ചത് അല്ലേ? ഇനി എന്താണ്? ആ പാത്രത്തിൽ 1 ലിറ്ററും 300 മില്ലിലിറ്റർ ബാക്കി വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം എന്താണ് ഇതിൻ്റെ കൂടുതൽ ആ 1 ലിറ്ററും കൂടി. അപ്പോൾ 3500 അല്ലേ കിട്ടിയിരിക്കുന്നത്? അതിൻ്റെ കൂടുതൽ 1 ലിറ്റർ 300 മില്ലിലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1300 മില്ലിലിറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക? പ്ലസ് 1300 കൂടി കൂട്ടുക. അപ്പോൾ മൊത്തം എത്രയായി?
5000 മില്ലി ലിറ്റർ ആണ് അല്ലേ. അപ്പം 5000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ. അപ്പം 5000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ എണ്ണയായിരുന്നു എന്താക്കിയിരുന്നത് ആ പാത്രത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്നെങ്കിൽ 5 ലിറ്റർ എഴുതുക, അല്ലെങ്കിൽ 5000 മില്ലി ലിറ്റർ എഴുതുക കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 500ന്റെ മേലെ 5 കുപ്പി എന്നല്ല പറഞ്ഞേ. അപ്പോൾ 500 × 5 എത്രയെന്ന് കിട്ടും. ഇനി 200ന്റെ 6 കുപ്പി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 200 × 6 ചെയ്താൽ മതി. അങ്ങോട്ട് എന്താണ് പിന്നെ 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1300 ആയിട്ട് കൂട്ടുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കിലോഗ്രാമിലും ഗ്രാമിലും കേട്ടോ. അപ്പോൾ 2500 ആണല്ലോ. 2500 കിലോഗ്രാമിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കിലോഗ്രാമിലും ഗ്രാമിലും ആണ് ഇത്. അപ്പോൾ ഈ 2500 എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആണ്? 2.5 കിലോഗ്രാം അല്ലേ. അപ്പോൾ 2.5 കിലോഗ്രാം അല്ലേ. അങ്ങനെ 2.5 എന്ന് എഴുതിയാൽ മതി. ഇനി എന്താ കിലോഗ്രാമിലും ഗ്രാമിലും പറയുമ്പോൾ ആദ്യത്തെ ആ നമ്പർ, അതായത് 3 എണ്ണം എന്താക്കണം, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ ഗ്രാമിന് പറയുമ്പോൾ എന്താണ് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടണം 1 2 3 ആ 3 എണ്ണത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്താണ് നമുക്ക് എന്താക്കുക കിലോഗ്രാം. ഫസ്റ്റത്തെ കിലോഗ്രാമിലും രണ്ടാമത്തെ എന്താക്കുക ഗ്രാമിലും പറയാം കേട്ടോ. അപ്പോൾ 2 കിലോഗ്രാം 500 ഗ്രാം പറയാം. നെക്സ്റ്റ് നോക്ക്, ഇതിന് 3 എണ്ണം 1 2 3 അല്ലേ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇത് 3.25 എന്നാണ് പറയാം. ഇത് 3 കിലോഗ്രാമും 250 ഗ്രാമും പറയാം. ഓക്കെ. ഇനി 1.25 നമുക്ക് എങ്ങനെ എഴുതുക? 1 കിലോഗ്രാമും പിന്നെന്താണ് 750 ഗ്രാമും ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ 1.25 നമുക്ക് ഇവിടെ എങ്ങനെ എഴുതുക? 1,750 കേട്ടോ. 1,750. ഇതിന് 1 കിലോഗ്രാമും 750 ഗ്രാമും പറയാം. ഇനി ഇവിടെ 4 കിലോഗ്രാമും 250 ഗ്രാമും അല്ലേ. അപ്പം 4250 നമുക്ക് ഇവിടെ എഴുതുക. 4250. ഈ കിലോഗ്രാമിൽ നമ്മളെങ്ങനെ പറയാ? 4.25 അല്ലേ. 4.25 കിലോഗ്രാം എന്ന് പറയാം കേട്ടോ. 4 കിലോഗ്രാം 250 ഗ്രാം രണ്ടും കൂടി പറയുമ്പോൾ. നെക്സ്റ്റ് എന്താണ്? പാൽ സൊസൈറ്റിയിൽ തിങ്കളാഴ്ച കിട്ടിയ പാല് 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാൽ സൊസൈറ്റിയിൽ തന്നെ വിറ്റുപോയി. ബാക്കിയുള്ള പാൽ മിൽമയ്ക്ക് കൊടുത്തു. എത്ര പാലാണ് മിൽമയ്ക്ക് കൊടുത്തത്? അപ്പോൾ ഇത് ഇതിൽ നിന്ന് എന്താക്കുക, ഇത് മൈനസ് ചെയ്യുക അല്ലേ. നോക്ക്, 550 ലിറ്റർ 750 മില്ലി മൈനസ് 85 ലിറ്റർ 250 മില്ലി ലിറ്റർ. ഓക്കെ, അങ്ങനെ എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാക്കുക? 550 ലിറ്റർ 750 മില്ലി അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നോക്ക്, 550 ലിറ്റർ 750 മില്ലി അല്ലേ. അപ്പോൾ ഈ 85 ഈ ലിറ്ററിൻ്റെ ഒക്കെ ഈ ലിറ്ററിന് നേരെ താഴെ തന്നെ വരണം. 85 ലിറ്റർ അല്ലേ. അപ്പോൾ 85 ലിറ്ററിന് എഴുതുക കേട്ടോ. 85 ടീച്ചർ എഴുതിയ വലുതായി പോകും കേട്ടോ. ഇവിടെ 85 എഴുതുക. പിന്നെ ലിറ്ററിൻ്റെ എന്താണ് അവിടെ ലിറ്ററിന് എഴുതുക കേട്ടോ. പിന്നെ 250 മില്ലി ലിറ്റർ അല്ലേ. അപ്പോൾ മില്ലീൻ്റെ അവിടെ തന്നെ 250 എന്ന് എഴുതുക. 250. ഓക്കെ, മില്ലിന്ന് എഴുതണം നിങ്ങൾ. ഇനി മൈനസ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ നോക്കിയേ എങ്ങനെ മൈനസ് ചെയ്യാം? മില്ലീൻ്റെ മില്ലിന്ന് ഇവിടെ എഴുതുക കേട്ടോ. നിങ്ങൾ മില്ലി എന്ന് എഴുതുക കേട്ടോ ഇവിടെ. ഇനി 0 നിന്ന് 0 പോയ എത്ര? 0. ഓക്കെ. നെക്സ്റ്റ് 5 നിന്ന് 5 പോയ എത്ര? 0. ഇനി 7 നിന്ന് 2 പോയ എത്ര? 5. 500 മില്ലി കിട്ടി അവിടെ. ഇനി ഇവിടെ ലിറ്റർ അല്ല, ലിറ്ററിന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഇനി 0 നിന്ന് 5 ഇത് പോവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കട എടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 4 ആവും കേട്ടോ. ഒക്കെ വെട്ടി എഴുതണേ. അപ്പോൾ 10 നിന്ന് 5 പോയ എത്ര? 5 അല്ലേ. ഓക്കെ. ഇനി ഇവിടെ 4 അല്ലേ ഉള്ളത്. അപ്പോൾ 4 നിന്ന് എന്താ ഇട്ട് പോവോ? ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട എടുക്കണം. അപ്പോൾ ഇവിടെ 4 ആവും, ഇവിടെ 14 ആവും അല്ലേ. ഇവിടെ 4 ആവും, ഇവിടെ 14 ആവും അല്ലേ. 14 നിന്ന് 8 പോയ എത്ര? 8 9 10 11 12 13 14 6 അല്ലേ. 6. ഇനി ഇവിടുത്തെ ഈ 4 ഇങ്ങോട്ടേക്ക് എഴുതുക അല്ലേ. അപ്പോൾ എത്രയാണ്? 465 ലിറ്റർ 500 മില്ലിയാണ് ബാക്കി ഉണ്ടാവുക കേട്ടോ. മനസ്സിലായില്ല? അപ്പം 465 ലിറ്റർ 500 മില്ലി കേട്ടോ. അത് മില്ലിയാണ്. ഇവിടെ മില്ലിന്ന് എഴുതുക കേട്ടോ നിങ്ങൾ. മില്ലി കേട്ടോ, മില്ലി. 500 മില്ലി കേട്ടോ. ഓക്കെ. അത് നെക്സ്റ്റ് നോക്കുക. മൈനസ് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. ഇനി സ്കൂളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത് കേട്ടോ. 1000 ആളുകൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പായസം വേണം? അപ്പം 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത്.
അപ്പം 100 മില്ലി ആണ്. അപ്പോൾ 1000 ആൾക്ക് കൊടുക്കണമെങ്കിൽ എത്ര നമ്മൾ കൊടുക്കണം ആദ്യം? അപ്പോൾ 1000 × 100 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എത്രയാണ്? 1000-നോട് 2 പൂജ്യം കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ യൂണിറ്റ് 10, 100, 1000, 1000 ലാക്ക് അല്ലേ, 1 ലക്ഷം കൊടുക്കും അല്ലേ. അപ്പോൾ എത്ര ലിറ്റർ പായസം വേണം? 2 പൂജ്യം കൂടി ഇതിനെ കൊടുത്ത് കൂട്ടുക അല്ലേ. അപ്പോൾ ലിറ്റർ ആണെങ്കിൽ എന്താണ്? 1000 ലിറ്റർ ആണെന്ത്? 1 മില്ലി ലിറ്റർ അല്ലേ. അപ്പോൾ ഇത് 1 ലക്ഷം മില്ലി ലിറ്റർ ആയി അല്ലേ. അപ്പോൾ എത്ര നമുക്ക് പറയാം? അപ്പോൾ എത്ര വേണ്ടി? ഇതൊക്കെ 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം എങ്കിൽ അല്ലേ. അപ്പോൾ 1000 ആളുകൾക്ക് എത്ര കൊടുക്കുക? എത്ര പായസമാണെന്ന് വെച്ചത്. അപ്പോൾ 100 മില്ലി ലിറ്റർ കൊള്ളുന്നല്ലേ. അപ്പോൾ 10 ആക്കുകയാണെങ്കിൽ എത്ര മില്ലി ലിറ്റർ വേണം? 1000 അല്ലേ. 1000 മില്ലി ലിറ്റർ വേണം അല്ലേ. അപ്പോൾ 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ ആണ് ഇത് 10 ആക്ക്. അങ്ങനെയാണെങ്കിൽ 100 ആക്കുകയാണെങ്കിലോ 10 ലിറ്റർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000 ആക്കുകയാണെങ്കിലോ 100 ലിറ്റർ അല്ലേ. അപ്പോൾ 100 ലിറ്റർ എന്താണ് പായസമാണ് വേണ്ടത് അല്ലേ. ദെൻ നെക്സ്റ്റ്, 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കുക എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കുക? അപ്പോൾ 1 കിലോഗ്രാം അല്ലേ, അതിന് 2 പൂജ്യമല്ലേ ചേർന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന് 2 പൂജ്യം അവിടെ കൊടുത്തുകൂടെ. അപ്പം എന്ത് വരും? 800 പേർക്ക് കഴിക്കുക അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ചിലതൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിങ്ങനത്തെയൊക്കെ ചെയ്യുന്ന മാതിരി 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കുക അല്ലേ. അങ്ങനെ ആകുമ്പോൾ 10 കിലോഗ്രാം അരി വെച്ചാൽ എത്ര? 80 ആൾക്കാർക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ 100 കിലോഗ്രാം അരി വെച്ചാലോ 800 പേർക്ക് അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ് മാത്സ് കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ടീച്ചർ അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.